ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സിമ്പിൾ മുട്ട റോസ്റ്റിൻ്റേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ 4 കോഴിമുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കുമിളകൾ വരുമ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഇനി ഇത് നമ്മളൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കണം. അതേ ചൂടത്ത് ഒരുപാട് അങ്ങോട്ട് തിളയ്ക്കരുത്. എന്നതിന് ശേഷം ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതേപോലെ കാണാം. അപ്പോൾ നമുക്കറിയാം മുട്ട കറക്റ്റായിട്ട് വെന്ത് കാണും. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം. മുട്ട പുഴുങ്ങാത്തവരാരുമില്ല. ഇത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്, ബാച്ചിലേഴ്സിനൊക്കെ ആവശ്യം വരുമല്ലോ. ഇനി അതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് അതൊന്ന് പൊളിച്ചെടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടത് 2 വലിയ സവോള, ഒരു 2 മീഡിയം സൈസ് തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് കീറിയത് വേണം. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 10 വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. വെള്ളുള്ളി അല്പം കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് ഇതേമാതിരിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ആ വെള്ളുള്ളി കടിക്കുന്നതിന് ഇതൊരു നല്ല രസമായിരിക്കും ഈ മുട്ട റോസ്റ്റിന്. അപ്പോൾ നമ്മളത് ആ മുട്ട പൊളിച്ച് ഇതേമാതിരി കാണിച്ചു തരാം. ഇതും എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞാൻ പറഞ്ഞ മാതിരി ബാച്ചിലേഴ്സിന്, കുട്ടികൾക്കൊക്കെ ആവശ്യമുള്ളവർക്ക് ഇതൊരു ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളെ മുട്ട കൃത്യമായിട്ട് നമ്മൾക്ക് തോല് പൊളിച്ചെടുക്കാനൊക്കെ പറ്റി. അതായത് നമ്മൾ കോഴിമുട്ട വെച്ച് അധികം അങ്ങോട്ട് തിളപ്പിക്കാതെ ചെറിയ ചൂടിൽ അത് വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഹോട്ടലിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരുപാട് മുട്ട പുഴുങ്ങുന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇനി ആ കോഴിമുട്ടയിൽ ഞാൻ ഇതേപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലകളൊക്കെ ഒന്ന് കയറി പിടിക്കും. ഇനി നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഞാൻ 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാകുമ്പോൾ നല്ല ടേസ്റ്റായി. എണ്ണ ചൂടായി വരുമ്പോൾ ഇതേപോലെ നൈസായിട്ടാണ് ഇപ്പോൾ ആ സവോള കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം, പച്ചമുളക്, വെള്ളുള്ളി എല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് ആ സവാള ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ സവാളയുടെ ഇതളൊക്കെ ഇത് വിട്ട് ഇതേപോലെ വരുന്ന ഈ സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ആ തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളിയും നമ്മൾ ഒരുപാട് പൊടിയാക്കുന്നില്ല. തക്കാളി അല്പം ഇങ്ങനെ കാണണം, വെന്താൽ മതി. അപ്പോൾ അതും നല്ലൊരു രുചിയായിരിക്കും, കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ തക്കാളിയൊക്കെ ഇതേപോലെയാണ് നമ്മൾക്കൊന്ന് സെറ്റായി വന്നിട്ടുള്ളൂ. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടിയും, ഒരു 3/4 സ്പൂണ് മുളക് പൊടിയും, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 സ്പൂണ് ഗരം മസാല ഇതുകൂടി ചേർത്ത് നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2-3 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊഴിച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ മസാലകളൊക്കെ ഒന്ന് സെറ്റായി വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്ത് അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, നല്ല നൈസായിട്ടുള്ള കുരുമുളക് പൊടി, അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ റോസ്റ്റ് ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു നുള്ളുപ്പ് കൂടി. ഇനി ആ കോഴിമുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കോഴിമുട്ട ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് വേണ്ടത് അതിലേക്ക് ഒരു 2 സ്പൂൺ കൂടി വെള്ളം. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അത് ഒഴിച്ചതിന് ശേഷം ഞാനതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ആ മസാലയൊക്കെ ഒന്ന് കോഴിമുട്ടയിൽ പിടിക്കാനായിട്ട് ഒരു 3 മിനിറ്റ് നമ്മളൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കി നല്ല കൃത്യമായിട്ട് നല്ല കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട്. ചപ്പാത്തി, അപ്പം എന്തിൻ്റെ കൂടി നന്നായിട്ട് കഴിക്കാം. ഇപ്പോൾ കുറച്ച് പൊടിയായിട്ടുള്ള മല്ലിയില കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അതുകൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ അടിപൊളി മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി. നല്ല നാടൻ രീതിക്ക് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ട റോസ്റ്റാണ്. എന്തിൻ്റെ കൂടെയും കഴിക്കാം. ഇപ്പോൾ ഞാനതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ അടിപൊളി മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് ഞാനിപ്പോൾ അത് ചപ്പാത്തിയുടെ കൂടെയാണ്. ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്.
വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.